തൃശൂരിൽ മൂന്നിടങ്ങളിലായി വൻ ATM കവർച്ച നടന്നു. ഷൊർണൂർ റോഡ്, കോലഴി, മാപ്രാണം എന്നിവിടങ്ങളിലാണ് കവർച്ച നടന്നത്. കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATMലെ പണം കവരുകയായിരുന്നു. 60 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. ലിഷോയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ലിഷോയ്, എപ്പോഴായിരുന്നു ഈ കവർച്ച നടന്നത്? വലിയ ഒരു കവർച്ചയാണ് നടന്നത്. ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോലീസ് കടന്നിട്ടുണ്ടോ ലിഷോയ്? തീർച്ചയായും. അതായത് ഇന്ന് പുലർച്ചെ 3-നും 4-നും ഇടയ്ക്കാണ് ഈ ATM കവർച്ച നടന്നതെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു വരികയാണ്. അതായത് 3 ഇടങ്ങളിൽ നിന്ന് മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM തകർത്ത് ATMനകത്ത് നിന്ന് പണം കവർന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 ഇടങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരേ സംഘങ്ങളാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് സംശയിക്കുന്നത്. കാരണം ഈ തൃശൂർ നഗരത്തിനകത്തുള്ള ഒരു ATM-ഉം, അതായത് ഷൊർണൂർ റോഡിലുള്ള ATM-ഉം, അവിടെ നിന്നും ഏകദേശം 10 ലക്ഷം രൂപയോളമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് മറ്റ് 2 ATM-കൾ എന്ന് പറയുന്നത്, ഒന്ന് നഗരം എത്തുന്നതിന് മുൻപ് ഇരിങ്ങാലക്കുട ഭാഗത്ത് നിന്നും മാപ്രാണം എത്തുമ്പോഴാണ് ഈ തൃശൂർ റൂട്ടിലേക്ക് വരുമ്പോഴുള്ള മാപ്രാണത്ത് ഉള്ള ATM കൗണ്ടറാണ് ഒന്ന് കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് തൃശൂർ നഗരം കഴിഞ്ഞുള്ള ഷൊർണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ വടക്കാഞ്ചേരിയൊക്കെ എത്തുന്നതിന് മുൻപുള്ള കോലഴി ഭാഗത്താണ് 3ാമത്തെ ATM-ഉം കവർച്ച നടത്തിയിരിക്കുന്നത്. അതായത് ഒരേ ദിശയിലുള്ള 3 ATM-കളിലാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും 3 ATM-കളിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ അതായത് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യമായി അന്വേഷണം നടത്തുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ATM-കളിൽ നിന്നെല്ലാമുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ബാങ്ക് അധികൃതരെയും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ആളുകൾ അറിയുന്നത്. അതായത് ഈ മോഷണം നടന്ന അധികം താമസിയാതെ തന്നെ എല്ലാവരും ഈ സംഭവം അറിയുകയും ചെയ്തു. അതിനുശേഷം പോലീസ് ഓരോ ATM-കളും ഇപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി സീൽ ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഇതിൽ എത്രത്തോളം പണം ഓരോ ഇടത്തു നിന്നും നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഒരു കണക്കെടുക്കേണ്ടതുണ്ട്. ഈ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഘം തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു സംശയമായി പ്രകടിപ്പിക്കുന്നത്. കാരണം അവിടെ നിന്ന് നേരെ പാലക്കാട് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു ഇടം കൂടിയാണ്. അതായത് നേരെ വാളയാറിലേക്ക് പോകാനായി ഉള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3 ഇടങ്ങൾ 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലായാണ് ഇപ്പോൾ ഈ മോഷണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണം എല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എറണാകുളം ഭാഗത്തേക്കുള്ള റോഡുകളിലും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. ഈ 3 ഭാഗങ്ങളിലായിട്ടുള്ള ATM-കളിലായിരുന്നല്ലോ കവർച്ച നടന്നത്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ ഒരേ തരത്തിലുള്ള മുഖംമൂടി ധരിച്ച ആളുകൾ, അതേപോലെ തന്നെ CCTV മറ്റ് ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങളെല്ലാം ഒരേപോലെ സമാനമാണ് എന്നുള്ളത് കൊണ്ടാണോ ഇതെല്ലാം ആസൂത്രിതമായി ഒരു സംഘം നടത്തിയ കവർച്ചയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്? ഒരു സാധ്യത മാത്രമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ അതിലൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ ഈ ATM-ന് പല വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. അതായത് ഏതെങ്കിലും